മുതലമട പഞ്ചായത്തിൽ ഓഫീസിനകത്ത് സംഘർഷം. അനിശ്ചിതകാല സമരം നടത്തുന്ന ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിലാണ് സംഘർഷം. പതിനഞ്ച് ദിവസത്തിലധികമായി മുതലമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൽപ്പനാദേവി, വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ എന്നിവർ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിനിടയിലാണ് കയ്യാങ്കളിയും സംഘർഷവും നടന്നത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവത്തിന് തുടക്കം കുറിച്ചത്. മാലിന്യം നീക്കം ചെയ്യുന്ന വാഹനം വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് LDF മെമ്പർമാരും സംഘവും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി. വാഹനത്തിന്റെ താക്കോൽ ആവശ്യപ്പെട്ടപ്പോൾ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിലുള്ള സമരാനുകൂലികൾ LDF മെമ്പർമാരെ തടഞ്ഞു. രേഖാമൂലമല്ലാതെ വാഹനം വിട്ടുനൽകാൻ കഴിയില്ലെന്ന് അറിയിച്ചതോടെ സംഘർഷത്തിന് തുടക്കം കുറിച്ചു. പിന്നീട് വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും എത്തുകയായിരുന്നു. കൊല്ലങ്കോട് പോലീസ് സ്ഥലത്തെത്തി സംഘർഷത്തിന് അയവ് വരുത്തി. അനുരഞ്ജന ചർച്ചയ്ക്കിടെ വീണ്ടും വാക്കേറ്റവും സംഘർഷവും ഉടലെടുത്തു. ഞങ്ങൾക്ക് ഭരണസമിതിയാണ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്, ഈ ബോഡിക്കാണ് ഇതിന്റെ ഭരണാധികാരം. അതിന്റെ അപ്പുറം ആർക്കുമില്ല. അപ്പൊ സാറിനോട് എനിക്ക് പറയാനുള്ളത്, വണ്ടി കൊടുത്താൽ ഞങ്ങളെല്ലാം പഠിച്ചുകൂട്ടാൻ വെക്കുന്ന ഡെയിലി ആരിപ്പോ അനുവാദി ചുമതലയില്ല. ഞങ്ങൾ പറഞ്ഞാൽ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ കൊണ്ടുവന്ന എവിടെയാണെങ്കിലും എനിക്ക് ഇടപെടാൻ പറ്റും. മനസ്സിലായില്ലേ? ഇവിടെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടപ്പെട്ട ഒരു സ്ഥാപനമാണിത്, അല്ലേ? ആണ്. അവിടെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പോലീസ് എന്ന നിലയ്ക്ക് എനിക്ക് കൃത്യമായിട്ട് ഇടപെടാൻ പറ്റും. ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടെങ്കിൽ എനിക്ക് ഇടപെടാൻ പറ്റും. എന്റെ ഉത്തരവാദിത്വമല്ല, എന്റെ ഉത്തരവാദിത്വമല്ല, അയാൾക്ക് ഉത്തരവാദിത്വം. ഉത്തരവാദിത്വം പഞ്ചായത്തിന്റെ ഹെഡ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം ആ നിലയ്ക്ക് ചെയ്തോളെ. ജോലിപരമായിട്ടുള്ള எதுக்கு சார் வெளியே போனோம்? எதுக்கு நாங்க பஞ்சாயத்து வெளியே போகணும்? எங்களுக்கு தேவையான பஞ்சாயத்து வச்சிருக்காங்க. മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ തങ്ങൾ ആവശ്യപ്പെടുന്നത് ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന വാഹനമാണ് എന്ന് LDF മെമ്പർമാർ അറിയിച്ചു. ഈ വാഹനങ്ങൾ പഞ്ചായത്തിന്റെ അധീനതയിലുള്ളതല്ലെന്ന് വൈസ് പ്രസിഡന്റ് അറിയിച്ചതോടെ സംഘർഷത്തിന് അയവ് വന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി സുധ, അലൈരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹനം വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിലെത്തിയത്. UTV ന്യൂസ്, പാലക്കാട്.